അമേരിക്കയിലെ ഭരണമാറ്റത്തിന് ശേഷം അമേരിക്കൻ ജനത വിചാരിച്ചതുപോലെ ഒന്നുമല്ല അവിടെ സംഭവിക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ അമേരിക്കയിൽ ഇപ്പോഴത്തെ അവസ്ഥ കേൾക്കുമ്പോൾ നമുക്ക് മുമ്പ് LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ്, ഞാൻ LDFനെ കുറ്റം പറയല്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ ട്രംപ് ഭരണകൂടം വരും, അതിനുശേഷം അമേരിക്ക വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കും എന്നാണ് അമേരിക്കൻ ജനത ഒന്നടങ്കം വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. ഈ ഭരണകൂടം വന്നതിൻ്റെ ശേഷം എല്ലാ രാജ്യങ്ങളും, പല സുഹൃത്ത് രാജ്യങ്ങളുടെ മേലിലും ഇതുപോലെയുള്ള വലിയ താരിഫ് 20%, 25% ഒക്കെ താരിഫ് ഏർപ്പെടുത്തുന്നു. അവർ ശത്രുക്കളായി മാറുന്നു. അവർ തിരിച്ചും അമേരിക്കൻ പ്രൊഡക്ട്സിൻ്റെ മുകളിൽ താരിഫ് ഏർപ്പെടുത്തുന്നു. ഇപ്പോൾ ഇത് കാരണം അമേരിക്കയിലെ പല കമ്പനികളും, അതുപോലെ തന്നെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ്, ഇതെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. ആളുകൾക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താനുള്ള കോൺഫിഡൻസൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ദിനം പ്രതി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇലോൺ മസ്കിന് തന്നെ വലിയ നഷ്ടമാണ് ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം $160 ബില്യൺ ഇലോൺ മസ്കിന് മാത്രം പേഴ്സണലി ഇയാളുടെ വെൽത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത് ചെറിയ ഒരു എമൗണ്ട് അല്ല. 160 ബില്യൺ എന്നൊക്കെ പറഞ്ഞാൽ, നമ്മളെ മുകേഷ് അംബാനി ഉണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായ മുകേഷ് അംബാനിൻ്റെ മൊത്തം സ്വത്ത് എത്രയാണോ അത്രയും രൂപയാണ് ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ സ്വത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു അടിയല്ല ഇവർക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇലോൺ മസ്ക് തന്നെ പറയുകയുണ്ടായി, US ഗവൺമെൻറ്റുമായി ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ പല കമ്പനികളും ഇപ്പോൾ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം. US-ൻ്റെ സാമ്പത്തിക സ്ഥിതി തകിടം മറിഞ്ഞിരിക്കുന്നത് കാരണം ഇലോൺ മസ്കിന് മാത്രമല്ല നഷ്ടം സംഭവിച്ചിരിക്കുന്നത്, ആമസോണും അതുപോലെ തന്നെ മെറ്റ തുടങ്ങിയ എല്ലാ കമ്പനികൾക്കും ഈ ഇടിവ് അവരുടെയൊക്കെ ഷെയറിലും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇലോൺ മസ്കിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആഘാതം അനുഭവിക്കേണ്ടി വന്നത്. കാരണം എന്താണ് എന്ന് വെച്ചാൽ, ഇലോൺ മസ്ക് US ഗവൺമെൻറ്റുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് എടുക്കുന്ന പല മോശം തീരുമാനങ്ങളും ഡയറക്റ്റ്ലി ഇലോൺ മസ്കിനെ ബാധിക്കുകയാണ്, ഇലോൺ മസ്കിൻ്റെ കമ്പനികളെ ബാധിക്കുകയാണ്. കാരണം പൊതുജനങ്ങൾ ഇലോൺ മസ്കിൻ്റെ കമ്പനീൻ്റെ പ്രൊഡക്ട്സ്, ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ടെസ്ല വാഹനങ്ങളൊക്കെ പ്രതിഷേധക്കാർ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. US പൗരന്മാർ തന്നെയാണ് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ അമേരിക്കയുടെ പുതിയ ഭരണകൂടത്തിൻ്റെ സകല പരിപാടികളും പാളിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല രാജ്യങ്ങളും അമേരിക്കയുടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് എതിർക്കുന്നത്. ഉദാഹരണത്തിന്, കാനഡയോട് അമേരിക്കയുടെ 51ാം സ്റ്റേറ്റായിട്ട് അമേരിക്കയുമായി കൂടിച്ചേരാൻ അപേക്ഷിച്ചപ്പോൾ കാനഡയിൽ നിന്നും വളരെ സ്ട്രോങ് ആയ രീതിയിലാണ് അതിനുള്ള മറുപടി ലഭിച്ചത്. മാത്രമല്ല, അമേരിക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഭൂരിഭാഗം പ്രൊഡക്ട്സുകൾക്കും കാനഡയും ഇപ്പോൾ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെയും വലിയ അടിയാണ് ഇലോൺ മസ്കിന് ലഭിച്ചിരിക്കുന്നത്. കാരണം കാനഡ ഇപ്പോൾ ടെസ്ലയുടെ മുഴുവൻ ഓർഡറുകളും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇത് മാത്രമല്ല, അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് വലിയ ഒരു പങ്ക് വഹിക്കുന്നത് ചൈന തന്നെയാണ്. ചൈന ഇടയ്ക്കിടെ അമേരിക്കക്കിട്ട് കൊട്ടുന്നുണ്ട്, അമേരിക്കൻ കമ്പനികൾക്കും. അമേരിക്കയുടെ ഒരു പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ, ലോകത്തിലെ സകലമാന മേഖലയിലും അമേരിക്കയുടെ ഒരു ഏകാധിപത്യം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. എന്നാൽ ചൈന ഇപ്പോൾ അമേരിക്ക ഏതെല്ലാം മേഖലയിലാണ് ഈ മോണോപ്പൊളി തന്ത്രം പയറ്റുന്നത്, അവിടെയെല്ലാം അമേരിക്കക്കിട്ട് പല രീതിയിലും തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ഈ അടുത്തായി അമേരിക്കൻ ടെക് കമ്പനികൾക്ക് കിട്ടിയ പണി ആരും മറന്നു കാണില്ല. കാരണം ഡീപ്സീക്ക് എന്ന് പറയുന്ന ചൈനീസ് കമ്പനി ഇത്രയും കാലം അമേരിക്കൻ കമ്പനി AI ഉപയോഗിച്ച് പല പരിപാടികളും പദ്ധതികളും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കമ്പനികളൊക്കെ പെയ്ഡായിട്ട് പബ്ലിക്കിന് കൊടുക്കുന്ന പല സർവീസുകളും ഒറ്റയടിക്ക് ഡീപ്സീക്ക് എന്ന് പറയുന്ന കമ്പനി പബ്ലിക്കിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അന്ന് അമേരിക്കൻ ടെക് കമ്പനികൾക്ക് ഏറ്റത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. ഇപ്പോൾ EV വാഹന നിർമ്മാണ മേഖലയിലും ഇത് തന്നെയാണ് അമേരിക്കയുടെ അവസ്ഥ. ടെസ്ലയേക്കാൾ ബഹുദൂരം ചൈനയിൽ നിന്നുള്ള BYD എന്ന് പറയുന്ന കമ്പനി
വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം 2024 ടെസ്ലയേക്കാൾ കൂടുതൽ വാഹനങ്ങളാണ് BYD എന്ന ചൈനീസ് EV വാഹന നിർമ്മാക്കൾ വിറ്റഴിച്ചത്. ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം പറയുന്നത് ഇത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സമ്മർദ്ദം മാത്രമാണ്. ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതിയേക്കാൾ ഒരുപാട് ഉയർന്ന നിലയിലേക്ക് അമേരിക്കയെ കൊണ്ടുപോകാനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു താൽക്കാലിക സമ്മർദ്ദം നിങ്ങൾ തരണം ചെയ്യണം എന്നാണ് ഇപ്പോൾ ജനങ്ങളോട് അമേരിക്ക പറയുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.